രുചിക്കൂട്ട്. രുചിക്കൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പ്രിയ 4 മണി വിഭവമാണ് പഴംപൊരി. നേന്ത്രപ്പഴവും എണ്ണയും ഉണ്ടെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കാവുന്ന ഒരു രുചി വിഭവം. പ്രത്യേകിച്ച് ഒരു റെസിപ്പിയും ഒന്നും ആവശ്യമില്ലെങ്കിലും ഒന്ന് പറയാമെന്നോർത്തു. കാരണം ഇത് പല വിധത്തിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ തയ്യാറാക്കാൻ അറിയാത്തവരും ഉണ്ടാകാം. അപ്പോൾ ആദ്യം നമുക്ക് മൈദയുടെ ഒരു വെർഷൻ നോക്കാം. 1 കപ്പ് മൈദ, നല്ല കരുകരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുക, അല്ലെങ്കിൽ കോൺഫ്ലോർ. ഇനി നമുക്ക് ഒരു ഗോൾഡൻ കളറും മധുരവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാരയുടെ അളവ് ഇതിലും കൂട്ടാവുന്നതാണ്. നേന്ത്രപ്പഴം നല്ല പഴുത്ത് മധുരമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ഈ പഞ്ചസാര ചേർത്താൽ മതി. നല്ല ഒരു മഞ്ഞ നിറം വേണമെങ്കിൽ നമുക്കതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ ഈ രസങ്ങളൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ്, ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി പറയാൻ പോകുന്നതൊക്കെ ഫ്ലേവർ കിട്ടാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഫ്ലേവറുകൾ മാറ്റി ആണ് കഴിക്കാൻ തോന്നുന്നതെങ്കിൽ നമുക്ക് ഇത്തിരി ഏലക്കപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് സാജീരകം, ഇതൊക്കെ അതിലിടാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലവണ്ണം തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പാകത്തിന് വെള്ളം ചേർത്ത് ഒരു ബാറ്ററായിട്ട് അതിനെ കുഴച്ചെടുക്കുക. എന്നിട്ട് അതങ്ങനെ ഒരു 10-15 മിനിറ്റ് അവിടെ അനക്കാതെ വെക്കാം. ഈ കൂട്ട് വല്ലാതെ നീണ്ടുപോകരുത്. നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കായയുടെ പുറത്തൊരു കോട്ടിംഗ് ആയിട്ട് പിടിക്കില്ല. അധികം കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു മാവിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് പറ്റിയ ഒരു പാൻ കേക്കിൻ്റെ ഒക്കെ ഒരു ബാറ്ററിൻ്റെ കണക്കിൽ വേണം അത് പാകപ്പെടുത്തിയെടുക്കാൻ. പഴക്കഷ്ണങ്ങളിലെ ആവശ്യത്തിന് പിടിച്ചിരിക്കുന്ന ഒരു അയവ്, അതാണ് അതിൻ്റെ ശരി. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് മാവ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അരിമാവ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ കട്ടിയായിട്ടിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ മൈദയും അതല്ല ഗോതമ്പ് മാവും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്ലേവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു കൂട്ടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. പാകത്തിന് പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് 2ആയിട്ട് മുറിച്ചതിന് ശേഷം ആ ഓരോ പീസ് നമുക്കൊരു 3 കഷ്ണം വരെ ആക്കിയെടുക്കാം. ഇനി ഇത് നമ്മൾ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് ചൂടായിട്ടുള്ള, അത് വല്ലാണ്ട് പുകഞ്ഞു പോകുന്ന ചൂട് ഇതിന് ആവശ്യമില്ല. അത് പെട്ടെന്ന് അതിൻ്റെ പുറമൊക്കെ മുരിഞ്ഞങ്ങ് പോകും, കളറൊക്കെ മാറിപ്പോകും. അതുകൊണ്ടൊരു മീഡിയം തോതിൽ എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം മാവിൽ മുക്കിയിട്ട് അതിനുശേഷം ഈ എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചുമിട്ട് വറുത്ത് കോരിയെടുക്കുക. ഒരു ടിഷ്യൂ പേപ്പർ ലൈൻ ചെയ്ത പേപ്പറിലേക്ക്, അതല്ലെങ്കിൽ നല്ല മൺചട്ടിയിലേക്ക് ഇത് നമുക്ക് കോരിയിടാം. എണ്ണയൊക്കെ ഒരുവിധം ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇത്തിരി ഒന്ന് ചൂട് ആറിയതിന് ശേഷം കഴിക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.